ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം. ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഗുരുദേവന്റെ ശിവഗിരി വർണ്ണനം. ഗുരുധർമ്മത്തിന്റെ കിടാവിളക്കായി പ്രശോഭിച്ചു നിൽക്കുന്ന ശിവഗിരി കുന്നിനെയും വർക്കലയെയും പറ്റി ഗുരുദേവൻ ഒരിക്കൽ പറഞ്ഞേക്കുന്നത് 1100 ചിങ്ങത്തിൽ ഗുരുമുഖത്തു നിന്നും കേട്ട് ആത്മാനന്ദ സ്വാമികൾ രേഖപ്പെടുത്തിയതാണ് ഇവിടെ പറയുന്നത്. പാവനമായ സഖ്യന്റെ സമീപത്ത് ധർമ്മത്താൽ ശോഭിതമായ കേരളത്തിൽ കണ്വ മഹർഷിയുടെ തപശക്തിയാൽ ശോഭിച്ചതും ശ്രീ ജനാർദ്ദന ക്ഷേത്രത്തിന്റെ അലങ്കാരത്താൽ പരിഷ്കൃതവും തെങ്ങ്, മാവ്, പ്ലാവ്, അശോകം, വാഴ, കമുക് ഇവകളാൽ നിറഞ്ഞതും പരസ്പരം കെട്ടിപ്പിണഞ്ഞു നിൽക്കുന്നതും ഇലകളാൽ വെയിലിനെ തടഞ്ഞ് ഞാവൽ മരങ്ങളാൽ ശോഭിതവുമായ നീല നിറമുള്ള തോടും വഞ്ചികളുടെ പോക്കുവരവിന് യോഗ്യമായ തുരങ്കം കൊണ്ടും ധാരമുറിയാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കുഴൽ വെള്ളം കൊണ്ടും പാവനമായ പറങ്കി മാവുകൾ, പാടങ്ങൾ, സുഗന്ധമുള്ള പുന്നമരങ്ങൾ, നാനാവിധമായ സസ്യജാലങ്ങൾ ഇവകളോടും കൂടിയ വർക്കല എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. ഈ ദേശത്തിന് രത്നകിരീടമെന്ന പോലെ ശോഭിക്കുന്നതും ഫലമൂലാദികൾ നിറഞ്ഞതും വിവിധ ഇനം ഇലകളോടും പുഷ്പങ്ങളോടും കൂടിയതും ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സരസ്വതീ ദേവിയാൽ ശോഭിക്കുന്നവനും അമൃതരസമുള്ള നിർമ്മല ജലത്തിൻ്റെ പ്രവാഹത്താൽ സമൃദ്ധമാക്കപ്പെട്ട പ്രദേശത്തോടു കൂടിയവനും ഐശ്വര്യവനും ഭക്തന്മാരിൽ ആനന്ദത്തെ വളർത്തുന്നവനും ധർമ്മ സംസ്ഥാനത്താൽ രമ്യനും പ്രസിദ്ധനും മഹാനുമായ ശിവഗിരി എന്നു പേരുള്ളൊരു കുന്നുണ്ട്. ഇവിടെ ഗുരുദേവന്റെ സ്ഥിര താമസമാണെന്നറിഞ്ഞ് എല്ലാ ജനങ്ങളും ഗുരുവിനെ കാണാനായി ഇവിടത്തേക്ക് എത്തിത്തുടങ്ങി. അതുവരെ പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടപ്പുറത്തായിരുന്നു കർക്കടകത്തിലെ കറുത്തവാവു നാളിൽ ബലികർമ്മങ്ങൾ നടന്നിരുന്നത്. ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നത്. 1880 ആണ്ടിലെ വാവുകാലമടുത്തപ്പോൾ ഗുരുദേവൻ അവിടുത്തെ നാട്ടുകാരോടും പൗരമുഖ്യന്മാരോടും പറഞ്ഞു, വാവുനാൾ എല്ലാവരും ശിവഗിരി കുന്നിലേക്ക് വരട്ടെ. ബലികർമാദികൾ പഠിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഇവിടെ ബലികർമ്മങ്ങൾ നടത്താം. ഗുരുദേവന്റെ അഭിപ്രായം നാടാകെ പരന്നു. അതുവരെ പാപനാശം കടപ്പുറത്തു പോയി ബലികർമ്മങ്ങൾ നടത്തിയിരുന്നവരിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് ശിവഗിരിയിലേക്ക് വാവൂട്ട് നാളിൽ എത്തിച്ചേർന്നു. ഗുരുദേവാജ്ഞ പാലിച്ച് എത്തിയ ധാരാളം ജനങ്ങൾ ശിവഗിരി മഠത്തിൽ ബലികർമ്മങ്ങൾ നടത്തി. തുടർന്ന് ശിവഗിരി കുന്നിനോട് താഴത്തുകൂടി ഒഴുകുന്ന കൊച്ചു തോട്ടിലും വലിയ തുരപ്പിലും അവിടുത്തെ കുഴൽ വെള്ളത്തിലുമായി ആളുകൾ കുളിച്ച് ശുദ്ധിയായി അവിടുന്ന് കിട്ടിയ ഭക്ഷണം കഴിച്ച് തൃപ്തരായി മടങ്ങി. പിന്നീട് ആശ്രമത്തിനടുത്ത് ഒരു നെയ്ത്തുശാലയും ഒരു സംസ്കൃത പാഠശാലയും പ്രവർത്തനം ആരംഭിച്ചു. ശിവഗിരി കുന്നിലും അതിൻ്റെ അടുത്തുള്ള പാടത്തും ഗുരുദേവൻ മറ്റ് അന്തേവാസികളെയും കൂട്ടി പലതരം മരങ്ങളും ഔഷധച്ചെടികളും നട്ടു പരിപാലിക്കുകയും ചെയ്തിരുന്നു. നാനാതരം കൃഷികൾ ചെയ്യുകയും ശിവഗിരിയിലുള്ളപ്പോൾ ഗുരുദേവൻ പുലർകാലങ്ങളിൽ എന്നും അവിടെ എത്തി ഇതിനെ ചെടികളെ പരിപാലിക്കുമായിരുന്നു. ഒരിക്കൽ കുറച്ചു നാൾ ഗുരുദേവൻ അവിടെ ശിവഗിരിയിൽ ഉണ്ടായിരുന്നില്ല. മടങ്ങിയെത്തിയതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഗുരുദേവൻ കൃഷിസ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ചില ചെടികൾ വാടിയും ചിലത് കരിഞ്ഞും പോയിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന ആൾക്കാരോട് ഗുരുദേവൻ പറഞ്ഞു, കൃഷി ചെയ്യണം. കൃഷിയാണ് ജീവരാശികളുടെ നട്ടെല്ല്. അത് ലോക നന്മയ്ക്ക് ജീവനാണ്. ഈ കണ്വ മഹർഷിയുടെ ആശ്രമം ഇന്നും ശിവഗിരിക്കും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറമായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ അത് കന്നിമാസത്തിലെ തിരുവോണ നാളിൽ മാത്രമേ അതിനകത്ത് കയറാൻ പാടുള്ളൂ. അതിനകത്ത് കണ്വ മഹർഷിയുടെ മുട്ട് പതിഞ്ഞ ഒരു സ്ഥലം അവിടെ ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ കരിക്ക് കൊണ്ടുപോയി ഇടിച്ചു പൊട്ടിക്കുന്ന പതിവുണ്ട്. അത് മുട്ടിലിടിച്ചു പൊട്ടിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ കൊണ്ടുപോയി ഞാനും അതിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥലം കുറേ ആൾക്കാർ 200-300 പേര് കൂടി ചേർന്ന്
അത് വിലയ്ക്ക് വാങ്ങിച്ചെന്നാണ് അറിയുന്നത്. അത് ഒരു സായിപ്പിൻ്റെ കീഴിലായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വിഷയം നിർത്തുന്നു. നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.